പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ BJPയെ താഴെയിറക്കാനാണ്, ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറയേണ്ടത് വളരെ ഗൗരവമാർന്ന നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു. മാസപ്പടി ആരോപണവുമായിട്ട് ഗൗരവതരമായ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഇതുവരെ വാ തുറന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല. അദ്ദേഹവും പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ മരുമകൻ മന്ത്രിയും പറഞ്ഞിട്ടില്ല, രണ്ടുപേരും പറഞ്ഞിട്ടില്ല മറുപടി. അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കിലേക്ക് നിരവധി സ്ഥാപനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ പുറത്താണ് ആ പണം കൊടുത്തത്? എന്ത് ഫേവറാണ്, എന്ത് ആനുകൂല്യമാണ് ആ സ്ഥാപനങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ഭരണകൂടം ചെയ്തു കൊടുത്തത്? വെറുതെ ഒന്നും കൊണ്ടുപോയി ആരുടെ അക്കൗണ്ടിലേക്കും പൈസ ഇടില്ലല്ലോ. ഏതെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ കൊണ്ട് ആരെങ്കിലും പൈസ ഇടുക? അപ്പൊ പൈസ ഇട്ടിരിക്കുന്നത് നികുതി വെട്ടിപ്പിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് സൗജന്യം ചെയ്തു കൊടുത്തതിന്റെ പേരിലാണ് ഈ പണം നിക്ഷേപിച്ചിരുന്നത്. 12 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് പണം കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത്? മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മകളുടെ കമ്പനിയിലേക്ക് ഇത്രയും വലിയ തുക എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. പറഞ്ഞേ മതിയാവും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ പൌരത്വം എന്ന് പറഞ്ഞിട്ട് വരണ്ട. പൌരത്വ നിയമത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനും UDFനും അതിശക്തമായ നിലപാടുണ്ട്. ഞങ്ങളുടെ ശ്രീ രമേശ് ചെന്നിത്തലയാണ് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിരിക്കുന്നത് ഈ കേസിൽ കേരളത്തിൽ നിന്ന്. അതുപോലെ മുസ്ലിം ലീഗാണ് പരാതി കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ഞങ്ങളൊക്കെ അത് ഫൈറ്റ് ചെയ്യാറ്. ഇപ്പൊ ഇറങ്ങിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വർത്തമാനം മാത്രം പറയേണ്ടതായിരുന്നു. ഇതൊക്കെ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്തെ ദയനീയമായ സ്ഥിതി ഇപ്പൊ കണ്ടില്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുക ഗവൺമെന്റ് എന്ത് അധികാരമുള്ളത്? അധികാര വികേന്ദ്രീകരണം വന്നു. പഞ്ചായത്ത് രാജ് നിയമവും നഗരപാലിക നിയമവും പാസാക്കി. മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയും ആ നിയമം ഒന്ന് മറിച്ചു നോക്കണം. സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ പറയാനുള്ള ഒരു അധികാരമില്ല. ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുത്തില്ല. രണ്ടാം കൊടുത്തത് ട്രഷറി ബാൻ വെച്ച് മാറ്റിയെടുക്കാൻ പറ്റിയില്ല. മൂന്നാമത്തെ ഗഡു കൊടുത്തില്ല. 22-ാം തീയതിക്ക് മുമ്പ് ട്രഷറിയിലെ ബില്ല് മുഴുവൻ ക്യൂ ആയി. അപ്പൊ 1/3 തുക മാത്രമാണ് ഈ വർഷം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവരുടെ തനത് ഫണ്ട് എടുത്ത് ട്രഷറി കൊടുത്ത് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ്. ദയനീയമായ സ്ഥിതിയാണ്, പരിതാപകരമായ സ്ഥിതിയാണ് കേരളത്തിൽ. പഞ്ചായത്തിന്റെ തനത് ഫണ്ട് എടുത്ത് ട്രഷറി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന സർക്കാരാണ്. ഒരു പൈസ കയ്യിലില്ല. ഇതിനൊക്കെ ഉത്തരം പറയട്ടെ. ഈ അഴിമതി കെടുകാര്യസ്ഥത കൊണ്ട് കേരളത്തെ മുച്ചൂടും മുടിപ്പിച്ചതിനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മറുപടി പറയേണ്ടത്. ആ ചോദ്യങ്ങൾക്ക് മറുപടി വേണം. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും BJP ഇറക്കുന്നത് പോലെ CPM ഇറക്കുന്നത് പോലെ പണം ഇറക്കാൻ കഴിയില്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ഞങ്ങളുടെ ആളുകൾ ഈ കൊടും വെയിലത്ത് പണമില്ലാതെ സ്ക്വാഡ് പ്രവർത്തനം നടത്തി ഒരു നാരക വെള്ളം കുടിക്കാൻ പോലും പണമില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾക്കും അവർക്ക് ആവശ്യമായ പണം പോലും കൊടുക്കാൻ, പ്രചരണത്തിന് പോലും ആവശ്യമായ പണം കൊടുക്കാൻ കഴിയുന്നില്ല. വളരെ പ്രയാസപ്പെട്ടാണ് കഴിയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമാകും. പ്രചരണങ്ങൾക്കും പണത്തിനും അപ്പുറം ജനാധിപത്യത്തിനാണ് വില എന്ന് കേരളത്തിലെ മതേതര കേരളം, ജനാധിപത്യ കേരളം അല്ലെങ്കിൽ ജനാധിപത്യ ഭാരതം, മതേതര ഭാരതം ഈ സംഘപരിവാർ ശക്തികളെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഒരു സംശയം. 2 കേന്ദ്രമന്ത്രിമാർ ഓടി നടന്ന് പ്രചാരണം നടത്തുന്നു, അതിനിടയിൽ ചില ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നു, പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഇതിനെ CPM പരാതി കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? 2 കൂട്ടർ ഇതാണ് ചെയ്യുന്നത്. നിയമലംഘനം നടത്തുകയാണ്. കേന്ദ്രമന്ത്രി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് എന്താ? അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഉൾപ്പെടുന്ന സംഭവം എല്ലാ വീടുകളിലെത്തിച്ചു. CPMന്റെ സ്ക്വാഡ് വഴി. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗം വീടുകളിലെത്തട്ടെ. പക്ഷേ ആരാ അടിച്ചത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് 12 കോടി രൂപ മുടക്കി അടിച്ച പുസ്തകം അതാണ് വീടുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോ CPMന്റെ LDFന്റെ കേരളത്തിലെ ആദ്യത്തെ സ്ക്വാഡ് അതിന്റെ പണം ചെലവാക്കിയിരിക്കുന്ന ആരാ?
കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. മനസ്സിലായില്ല? പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ്. എത്ര പേർക്ക് പെൻഷൻ കൊടുക്കായിരുന്നു? ഈ 12 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആ 12 കോടി രൂപ മുടക്കി തെരഞ്ഞെടുപ്പിന് ചെയ്തിരിക്കുക. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. 12 കോടി രൂപ മുടക്കി. പിന്നെ പത്തനംതിട്ടയിൽ ഒരു സംസ്ഥാന ഏജൻസിയെ കൊണ്ട് കുടുംബശ്രീയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസികളെ കൊണ്ടും അവിടെ തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാന്ന് വേണ്ടി അവിടുത്തെ സ്ഥാനാർത്ഥി തോമസ് ഐസക് ഇറക്കിയിരിക്കുക. അതിനുവേണ്ടി വീടുകളിൽ എത്തിച്ചിരിക്കുന്ന ഫോമും ഇതുപോലെ സർക്കാർ ഏജൻസിയെ കൊണ്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചതാണ്. നാണമുണ്ട് അവർക്ക്. നാട്ടുകാരുടെ പണം എടുത്താണോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? നാട്ടുകാരുടെ നികുതി പണവും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. അതുപോലെ തന്നെ BJP മന്ത്രിമാരെല്ലാം ഔദ്യോഗിക പരിപാടികളിൽ പോയി പങ്കെടുക്കാൻ ഇവര് തുടർച്ചയായി 2 കൂട്ടരും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി ചെയ്താണ് ജനങ്ങൾ അറിയണം. ആ വീട്ടിൽ കിട്ടിയിരിക്കുന്ന സാധനം നമ്മുടെയൊക്കെ കാശ് കൊണ്ട് പ്രിന്റ് ചെയ്ത് വീട്ടിലെത്തിച്ചിരിക്കുന്നതാണ്. CPMന്റെ പൈസ, LDFന്റെ പൈസ അല്ല, PRD കൊണ്ട്. നാണമുണ്ട് ഈ മുഖ്യമന്ത്രിക്ക്? സ്വന്തം പ്രസംഗം തെരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടിലെത്തിക്കണമെങ്കിൽ പാർട്ടിയുടെ കയ്യിൽ AKI സെന്ററിൽ ഉണ്ടല്ലോ പണം, ആ പണം ഉപയോഗിച്ച് നടത്ത്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ചാണോ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്? 12 കോടി രൂപ നിസ്സാര തുകയാണോ? അത് വെച്ച് പ്രിന്റ് ചെയ്ത സാധനമല്ലേ വീട്ടിലെത്തിച്ചിരിക്കുന്നത്? ഞങ്ങൾ എല്ലാ വീടുകളിലും പോയി പറയും, അവര് കൊണ്ടുവന്നിരിക്കുന്ന സാധനം നമ്മുടെ കാശ് കട്ടെടുത്താണെന്ന് പറയും. സർക്കാരിന്റെ പണം കട്ടെടുത്തിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? കളവല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? നാണമുണ്ട് ഇവർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചെയ്യാൻ? ലോട്ടറി മാഫിയക്കെതിരെ സമരം ചെയ്ത പാർട്ടിയാണ് താങ്കളുടേത്. ഈ ഇലക്ട്രൽ ബോണ്ടില് സാന്റിയാഗോ ഫണ്ടിന്റെ കയ്യിൽ നിന്ന് 50 കോടി വാങ്ങിയത് ശരിയാണോ? ഇലക്ട്രൽ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതല്ലോ, കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിക്കഴിയുമ്പോ പറയാം. അതൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ വാർത്തകൾ മാത്രം. സിദ്ധാർത്ഥന്റെ അച്ഛൻ രാവിലെ എന്നെ വന്ന് കാണുകയുണ്ടായി. അദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠയാണ്. പോലീസ് അന്വേഷണം നടക്കുന്നില്ല, CBI അന്വേഷണം വൈകുന്നു. അപ്പൊ CBI അന്വേഷണം വൈകുന്നത് പോലീസ് തെളിവുകൾ മാച്ചു കളയുന്നതിന് വേണ്ടിയിട്ടാണോ? മാത്രമല്ല 33 പേരെ ആരോടും ആലോചിക്കാതെ VC അവിടുത്തെ CPM നേതൃത്വം എഴുതി കൊടുത്ത പേരുകളാണ് അവിടെ അവരുടെ നടപടികൾ പിൻവലിച്ചത്. അപ്പൊ അദ്ദേഹത്തിനുള്ള ഉത്കണ്ഠ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തിന്റെ ഉത്കണ്ഠയോടൊപ്പം നിൽക്കും. ഈ കേസിൽ ഭംഗിയായി അന്വേഷണം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. CBI അന്വേഷണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ സ്വീകരിക്കും. നിയമപരമായ നടപടികൾ അദ്ദേഹത്തിന് സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ മുഴുവൻ പിന്തുണയും നൽകും. വീണ്ടും ഈ വിഷയത്തിൽ സമരം ആരംഭിക്കേണ്ട ഒരു ഘട്ടമെത്തിയാൽ അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും സമരം ചെയ്യാൻ ഞങ്ങൾ മടിക്കും. അല്ല, ഞങ്ങൾ ഇതുവരെ കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ വിവരം ഒരു CBI അന്വേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഒന്നും സംസ്ഥാന ഗവൺമെന്റ് നിർവഹിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ പോകുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമാകാതിരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU നടത്തിയ നേതാക്കൾ നടത്തിയ നിരാഹാര സമരത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് അവര് ഈ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. എന്നാൽ CBI അന്വേഷണം മനഃപൂർവ്വമായി വൈകിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സിദ്ധാർത്ഥന്റെ അച്ഛൻ വിളിച്ചിട്ട് പോലും വ്യക്തമായ മറുപടി ഇക്കാര്യത്തിൽ കൊടുക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ 2 ദിവസം കൂടി നോക്കും. മനഃപൂർവ്വമായി വൈകിക്കാനുള്ള ശ്രമം ഇനിയും തുടർന്നാൽ അതിനാവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ആണോ DLF പ്രിയങ്ക ഗാന്ധിയുടെ ആണോ? എപ്പോഴാണ് അറിഞ്ഞത്? എനിക്കറിയില്ല. DLF പ്രിയങ്ക ഗാന്ധിയുടെ ആണ്. DLF ആണോ? അതൊക്കെ നിങ്ങൾക്കുള്ള പുതിയ അറിവാണ്. ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശാഭിമാനി മാത്രം വായിച്ച് കൈരളി മാത്രം കണ്ടിട്ട് വരുന്നതിന്റെ ഒരു കുഴപ്പമാണ്. ബാക്കി മാധ്യമങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ എങ്ങും കണ്ടില്ല ഇതിലല്ലാതെ. അതിൽ പലതും വരും, എല്ലാവരെ പറ്റി പലതും വരും. വേറെ ഒന്നിലും കണ്ടില്ല. മാസപ്പടി വിവാദത്തിലാണ് സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണവുമായി VD സതീശൻ രംഗത്തെത്തിയത്. പല ചോദ്യങ്ങളും മാസപ്പടി വിവാദത്തിൽ സർക്കാരിന്